ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കടല വെച്ചിട്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. ചായ തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒരു പുതുരുചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ നേരം കുതിർത്തെടുത്ത കടലയാണ്. കടല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടണം. ഇപ്പോൾ കിറ്റൊക്കെ കിട്ടിയ കടല എല്ലാവരുടെയും കയ്യിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്കത് വേസ്റ്റാക്കി കളയണ്ട. ഇതുപോലെ സ്നാക്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് പരിപ്പ് വടക്കൊക്കെ നമ്മൾ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അപ്പോൾ ചെറിയ ജാറിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ട് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു 2 ബാച്ചായിട്ട് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. ചെറിയ ചെറിയ പീസസൊക്കെ ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ എടുത്താൽ മതി. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. കടലയിലുള്ള നനവ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ക്രഷായി കിട്ടിക്കോളും. വെള്ളം ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതൊരു 3 ബാച്ചായിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു പരുവത്തിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ സെയിം ജാർ തന്നെ എടുക്കാം. നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഒരു 2 പച്ചമുളകും അതുപോലെ ഇത്ര വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും കൂടെ എടുക്കണം. ഈ പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഞാൻ ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. നല്ലപോലെ അത്യാവശ്യം ചെറുതായിട്ട് അരഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പച്ചമുളക് ഇഞ്ചിയൊക്കെ ആണെങ്കിൽ അവർക്ക് കടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടക്കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചോളും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ആദ്യം ചേർക്കണ്ട, കൂടിപ്പോയാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ, അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 2 നുള്ളു മാത്രം മതി, ഒരുപാട് ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ചും കൂടെ വേണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പം മുട്ടയ്ക്കും കൂടെ വേണ്ടിയുള്ള ആ ഉപ്പ് നോക്കിയിട്ട് ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റ് പാകമാണ്. ഈ മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു വടയുടെ ഷേപ്പിൽ നമ്മുടെയൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. വടയുടെ ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഒരു പരിപ്പുവടയുടെയൊക്കെ ഒരു ഷേപ്പിൽ ചെറിയ സൈസായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കറിവേപ്പില അരിഞ്ഞിടുന്നത് ഇഷ്ടമാണെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാൻ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വേറെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. നമ്മൾ പരിപ്പോടെയൊക്കെ തയ്യാറാക്കുന്ന പോലെ ചെറുതായിട്ട് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ആ പരിപ്പോടെയൊക്കെ ഒരു ആകൃതി തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുത്ത ഓരോ വടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാകം ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വട കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള വടയും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.